Hi dear students, welcome back to Xylem Learning. മക്കളെ thumbnail കണ്ട സമയത്ത് തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലായിണ്ടാവും ഇന്ന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? എന്താണ്? വൻകരകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം. വൻകരകൾ എന്ന് പലപ്പോഴായിട്ട് കേൾക്കല്ലാതെ എന്താണ് സംഭവം എന്ന് പലപ്പോഴും എൻ്റെ മക്കൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? എന്നാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോടുകൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താ പഠിച്ചെടുക്കാൻ പോവാട്ടോ. അപ്പൊ ദേ ഇവിടെ നോക്കിക്കേ, വൻകരകളെ പിക്ചേഴ്സ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര വൻകരകൾ ഉണ്ടെന്ന് ഇതിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് എത്ര വൻകരകൾ ഉണ്ടെന്ന് നോക്കിയാലോ? ആദ്യം അതിന്റെ മുന്നേ തന്നെ എന്താണ് ഈ വൻകരകൾ എന്നറിയാട്ടോ, അഥവാ എന്താണ് കോണ്ടിനെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. കോണ്ടിനെന്റ്സ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഓഷ്യൻസ്. അതായത് സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ, അതായത് വലിയൊരു കരഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൻകരകൾ എന്ന് പറയുന്നത്. അപ്പൊ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ആരാ ആൻസർ പറയുന്നത് നോക്കട്ടെ. നമ്മൾ ഏത് വൻകരയിലാണ് ഉൾപ്പെടുന്നത്? നമ്മൾ ഏത് കോണ്ടിനെന്റിലുള്ള ആളുകളാണ് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ? അപ്പൊ ഒന്ന് കമന്റ് ചെയ്യട്ടോ, മിസ് നോക്കൂട്ടോ നിങ്ങളെ കമന്റ്, ആരാ ഫസ്റ്റ് കമന്റ് ചെയ്തെന്നുള്ളത്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ വൻകരകളെ കുറിച്ച്, കോണ്ടിനെന്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട് നമുക്ക് നോക്കല്ലേ. ഏതൊക്കെ കോണ്ടിനെന്റ്സാ നമുക്ക് ഉള്ളത് നോക്കിക്കേ. ഇവിടെ ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക. അപ്പൊ നമുക്ക് എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? 7 കോണ്ടിനെന്റ്സ്, 7 വൻകരകളാണുള്ളത് അല്ലേ? അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതി വെക്കാന്നാ പറയുന്നത്? എ ഇ എൻ എ എസ്. ഇത് നമുക്ക് എന്തായിട്ടാക്കാം? എന്ന് എഴുതിയിട്ട് ഇവിടെ എന്താണ് എ എന്ത് എഴുതാം? എ അതിന്റെ മേലെ ഒരു 4 എഴുതി വെക്കല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലാവും എ വെച്ചിട്ട് 4 കോണ്ടിനെന്റ്സ് ഉണ്ട് എന്നല്ലേ. എ വെച്ചിട്ടുള്ള 4 കോണ്ടിനെന്റ്സ് ഏതൊക്കെയായിരുന്നു? ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ. അപ്പൊ തന്നെ 4 കോണ്ടിനെന്റ്സിന്റെ പേര് പഠിച്ചു. അപ്പൊ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കട്ടോ. പിന്നെ ENS ആണുള്ളത് അല്ലെ. ENS നമുക്ക് സുഖമായിട്ട് കിട്ടും. ഒന്നെന്താ? ഒന്ന് നോർത്ത് അമേരിക്കയും ഒന്ന് സൗത്ത് അമേരിക്കയും. അപ്പൊ Nഉം Sഉം പോയി. ഏതാ? യൂറോപ്പ്. അപ്പൊ എൻ്റെ മക്കൾ പഠിച്ചില്ലേ കോണ്ടിനെന്റ്സ് എന്തൊക്കെയാണെന്ന്? എൻ്റെ മക്കൾ പഠിച്ചില്ലേ? നോക്കിക്കേ, എന്താണ് നമ്മൾ പറയുന്നത്? കോണ്ടിനെന്റ്സ് എത്ര ഉണ്ട്? 7 ആണ് അല്ലേ. കോണ്ടിനെന്റ്സിന്റെ കൗണ്ട് എത്രയാണ്? മൊത്തം 7 കോണ്ടിനെന്റ്സ് ആണ് നമുക്കുള്ള വൻകരകളാണുള്ളത്. അപ്പൊ അത് പഠിക്കാൻ മിസ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എൻ്റെ മക്കൾ ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏതാ? അതിന്റെ മേലൊരു 4 ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഏതാ ബാക്കിയുള്ള? Nഉം Sഉം ഇയുമാണ് ബാക്കിയുള്ളത്. എന്ന് പറയുന്നത് എന്താ? നോർത്ത് അമേരിക്ക. എസ് എന്ന് പറയുന്നത് എന്താ? സൗത്ത് അമേരിക്ക. പിന്നെ ബാക്കിയുള്ള ആരാ? ഇല്ലേ. എന്താ? യൂറോപ്പ്. A4 എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന 4 കോണ്ടിനെന്റ്സ് ആണ് നമുക്കുള്ളത് അല്ലേ. ഏതൊക്കെയായിരുന്നു? ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ. അങ്ങനെ 4 കോണ്ടിനെന്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇനി നമ്മൾ എന്താ ഓരോ കോണ്ടിനെന്റ്സും പഠിക്കാൻ പോവുകയാണേ. അപ്പൊ ഫസ്റ്റ് തന്നെ ഏഷ്യനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏഷ്യൻ കോണ്ടിനെന്റ്സിനെ കുറിച്ച്, അഥവാ ഏഷ്യൻ വൻകരകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഏഷ്യ ഇസ് എ ലാർജസ്റ്റ് കോണ്ടിനെന്റ്. നമ്മളിപ്പോ പറഞ്ഞ 7 കോണ്ടിനെന്റ്സിലെ ഏറ്റവും വലുത് ആരാണ്? നമ്മുടെ ഏഷ്യക്കുട്ടിയാട്ടോ. നോക്കിക്കേ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യന്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? നമ്മുടെ ഏഷ്യക്കുട്ടിയെ കാണുന്നത് കേട്ടോ. നോക്കിക്കേ, വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ്. ദാറ്റ് മീൻസ് ഒരുപാട് പോപ്പുലേഷനുള്ള ആളുകൾ താമസിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഏഷ്യയിലാണ്. ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ദിസ് കോണ്ടിനെന്റ്. അതാണ് തുടക്കത്തിൽ മിസ് ചോദിച്ച്, ഇന്ത്യ ഏത് കോണ്ടിനെന്റിന്റെ ഭാഗമാണെന്നല്ലേ. ഇന്ത്യ ഏത് കോണ്ടിനെന്റിന്റെ ഭാഗാ? ഏഷ്യൻ കോണ്ടിനെന്റിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഏഷ്യക്കുട്ടിനെ കുറിച്ച് എന്തൊക്കെയാ പഠിച്ചത്? ഏഷ്യക്കുട്ടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോണ്ടിനെന്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേൾഡിലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കോണ്ടിനെന്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താ? ഏഷ്യക്കുട്ടിയുടെ, ഐഷ്യക്കുട്ടിയല്ല,
ഏഷ്യക്കുട്ടിയുടെ ഒരു പാർട്ടാണെന്ന് നമ്മൾ പറഞ്ഞേ. അതേപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് ഏഷ്യൻ കോണ്ടിനെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഇല്ലേ, ഹയസ്റ്റ് പീക്ക്, നമ്മുടെ വേൾഡിലെ തന്നെ ഹയസ്റ്റ് പീക്ക് അതെവിടെയാ? നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിലാട്ടോ. അതേപോലെ തന്നെ ഇവിടെ എന്താ? നമ്മുടെ പാടി, വീറ്റ്, അതേപോലെ തന്നെ ഒരുപാട് നെൽവയലുകൾ നമുക്ക് കാണാം, വീറ്റ് കാണാൻ സാധിക്കും, മെയ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എന്താണ് ഏഷ്യൻ കോണ്ടിനെന്റിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, ഏഷ്യനെ കുറിച്ച് പഠിച്ച് ആഫ്രിക്കയിലേക്ക് വരുന്ന സമയത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ്. സോ ഫസ്റ്റ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഏതായിരുന്നു? ഏഷ്യ ആയിരുന്നു. ആഫ്രിക്ക സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ്. നോക്കിക്കേ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും അടുത്തായിട്ടാണ്, ബിറ്റ്വീൻ, അവയ്ക്കിടയിലാണ് ആരെ നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ അഥവാ ആഫ്രിക്കൻ വൻകരയെ നമുക്ക് കാണാൻ സാധിക്കുന്നു കേട്ടോ. അടുത്ത പോയിന്റ് നോക്കിയേ, ഇറ്റ് സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷൻ നമ്മൾ നോക്കുമ്പോഴേ ജനസംഖ്യ നോക്കുന്ന സമയത്ത്, അതായത് 2ാം സ്ഥാനക്കാരാണ് ആഫ്രിക്ക, 1ാം സ്ഥാനക്കാരാരാ? നമ്മുടെ ഏഷ്യ അല്ലേ. അടുത്ത നോക്കിക്കേ, മോസ്റ്റ് ഓഫ് ദിസ് റീജിയൻ ആർ ഡെസേർട്ട്, ഹെൻസ് അഗ്രികൾച്ചർ ഈസ് ഫെയർ. അതായത് ഇവിടെ അധികം ലാൻഡും എന്താ, അധികം പ്ലേസും എന്താണ്? ഡെസേർട്ട്. നമ്മൾ എന്താണ്? മരുഭൂമിക കേട്ടോ. അതുകൊണ്ട് തന്നെ കൃഷി അത്രത്തോളം എന്താണ് ഫ്ലറിഷ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. The Sahara, the world's largest desert, is located here. നമ്മുടെ സഹാറ മരുഭൂമി എന്ന് കേട്ടിട്ടുള്ളൂ അല്ലേ? നമ്മുടെ സഹാറ എന്ന് പറയുന്ന മരുഭൂമി എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ആഫ്രിക്കൻ കോണ്ടിനെന്റിലാട്ടോ കാണാൻ സാധിക്കുന്നത്. The Nile, the world's longest river, flows through this continent. അതായത് നമ്മുടെ നൈൽ നദി ഇല്ലേ, നൈൽ നദി ഏതിലൂടെയാണ് ഒഴുകി ഇങ്ങനെ പോകുന്നത്? നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെന്റിലൂടെയാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആഫ്രിക്കനെ കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മുടെ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ സെക്കൻഡ് ആണുള്ളത്. ഡെസേർട്ടായ ഭൂമി ആയതുകൊണ്ട് അത്രത്തോളം അഗ്രികൾച്ചറിലൊന്നും ഫ്ലറിഷ്ഡ് അല്ല. പക്ഷെ എന്നാൽ എന്താണ് നമ്മുടെ എന്തുണ്ട് അവിടെ എന്നാ പറയുന്നത്? നമ്മുടെ നൈൽ നദി എന്താണ് ഒഴുകി പോകുന്നത് ഈ ഒരു കോണ്ടിനെന്റിലൂടെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ എന്താണ് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്ന സഹാറ മരുഭൂമി, സഹാറ ഡെസേർട്ട് എവിടെയാ? നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റിലാട്ടോ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോർത്ത് അമേരിക്കയിലേക്ക് വരുന്ന സമയത്ത് മക്കളെ എന്താ നോർത്ത് അമേരിക്കയിൽ പറയുന്നത്? ഈ സൈഡിൽ കാണുന്നതേ മിസ് എന്താണ് ആ ഒരു ഗ്ലോബിൽ എവിടെയാണ് നമ്മളെ എന്ന് മാർക്ക് ചെയ്തുള്ള ഒരു പിക്ചറാട്ടോ മക്കൾ. ടെക്സ്റ്റ് ബുക്കിൽ ഈ സെയിം പിക്ചർ ഉണ്ട് കേട്ടോ, അത് മിസ് ഇവിടേക്ക് ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പെസിഫിക് ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ. പെസിഫിക് ഓഷ്യൻ്റെയും അതേപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും ഇടയിലായിട്ടാണ് നമ്മൾ ആരെ കാണുന്നത്? നോർത്ത് അമേരിക്കൻ ആരെ കാണുന്നത്? കോണ്ടിനെന്റ്സിനെയാണ് കാണുന്നത് അല്ലേ, വൻകരയല്ലേ കാണുന്നത്. ഇറ്റ് സ്റ്റാൻഡ്സ് തേർഡ് ഇൻ സൈസ്. 3ാമത്തെ ആളാണ് കേട്ടോ. അതായത് വലുപ്പത്തിന്റെ കാര്യത്തിൽ ഫസ്റ്റ് ഏഷ്യ വന്നു, ആഫ്രിക്ക വന്നു, ദെൻ ആരാ വരുന്നത്? നോർത്ത് അമേരിക്ക വരുന്നത് അല്ലേ. 3ാം കാരനാണ് ആര്? നമ്മുടെ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. The climate and soil are suitable for agriculture. ഇവിടുത്തെ ക്ലൈമറ്റ് ആയാലും ലാൻഡ് ആയാലും സോയിൽ ആയാലും എല്ലാം എന്താ അഗ്രികൾച്ചറിന് അടിപൊളിയായിട്ടാണ്. സോ എന്താണ് ഒരുപാട് കൾട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ എവിടെ നടക്കുന്നുണ്ട്? നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ നടക്കുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ആയിട്ട് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലുള്ള ആളുകൾ അല്ലേ. ഇനി നമ്മൾ സൗത്ത് അമേരിക്കയിലേക്ക് പോകുന്ന സമയത്തെ സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് 4ാമത്തെ പൊസിഷനിലാട്ടോ നിൽക്കുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പെസിഫിക് ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. പെസിഫിക് ഓഷ്യൻ്റെയും അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയും ഇടയിലായിട്ടാണ് ആരെ നമ്മൾ കാണുന്നത്? നമ്മുടെ സൗത്ത് അമേരിക്കനെ കാണുന്നത്, സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിനെ കാണുന്നത്. അതേപോലെ തന്നെ അവിടെ നമുക്ക് എന്താ മൗണ്ട് അക്കാനോ എന്ന് പറയുന്ന എന്താ പറയുന്നത്? മൗണ്ട് അക്കാങ്കോ എന്നൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. സോ ഹയസ്റ്റ് പീക്ക് എവിടെ നമുക്ക് കാണാൻ സാധിക്കും? എവിടെയാ? നമ്മുടെ സൗത്ത് അമേരിക്കയിൽ കാണാൻ സാധിക്കില്ലേ. നോക്കിക്കേ, റിവർ ആമസോൺ വിത്ത് ദ ലാർജ് ഷെയർ ഓഫ് ദ ഫ്രഷ് വാട്ടർ ഫ്ലൂസ് ത്രൂ ദിസ് കോണ്ടിനെന്റ്. അതായത് നമ്മുടെ ആമസോൺ നദിയെ, ആമസോൺ റിവർ ഏതിലൂടെയാണ് പോകുന്നത്? നമ്മുടെ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലൂടെയാണ് പോകുന്നത്. അതേപോലെ തന്നെ ഒരു ഹയസ്റ്റ് പീക്കും എവിടെയുണ്ട്? നമ്മുടെ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലുണ്ട് അല്ലേ. എന്തായിരുന്നു അത് പീക്കിൻ്റെ പേര്? മൗണ്ട് അക്കാഗോ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? മൗണ്ട് അക്കാഗോ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യും കേട്ടോ. അപ്പം നോക്കിക്കേ, ഇനി നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് വരുന്ന സമയത്ത് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്
ഫിഫ്ത്ത് ആണ് സൈസിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ എന്താണ് 5th പൊസിഷനിലാട്ടോ ആര് നമ്മുടെ അന്റാർട്ടിക്കയിൽ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ കൂൾഡസ്റ്റ് ആയിട്ടുള്ള റീജിയനാണ്, വേൾഡ് തന്നെ ഏറ്റവും തണുത്തുറഞ്ഞ കൂൾഡസ്റ്റ് ആയിട്ടുള്ള റീജിയനാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അതേപോലെ നമ്മളെന്താണ് ഇറ്റ് ഈസ് നോൺ ആസ് എ വൈറ്റ് കോണ്ടിനെന്റ് സിൻസ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വർഷം മുഴുവൻ, അതായത് വർഷം മുഴുവൻ എന്താണ് ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് എന്താണ് സ്നോ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അന്റാർട്ടിക്കയെ ഏത് പേരിലൂടെ വിളിക്കും? വൈറ്റ് കോണ്ടിനെന്റ് എന്നുള്ള വിളിക്കും. കാരണം ത്രൂ ഔട്ട് നമുക്ക് എന്താ ഫുൾ കോൾഡ് ആയിട്ടായിരിക്കും. സോ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ്, അതായത് പെർമനൻ്റ് ആയിട്ട് ഒരു ഹ്യൂമൻ ബീങ്സ് ഒന്നും അവിടെ അങ്ങനെ ജീവിക്കുന്നത് വളരെ കുറവാണ്, വളരെ വിരളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ എന്താണോ ഇവിടെ ഒരുപാട് റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് മിനറൽ റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, ക്ലൈമറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും മിനറൽ എക്സ്പ്ലോറേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു കൺട്രീസിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ദെൻ നോക്കിക്കേ, മൈത്രി ആൻഡ് ഭാരതി ആർ ദ ഇന്ത്യൻ റിസർച്ച് സെൻറ്റേഴ്സ് ഇൻ അന്റാർട്ടിക്ക. അതായത് ഇന്ത്യയിലെ കുറച്ച്, അതായത് ഇന്ത്യൻ റിസർച്ച് സെൻറ്റേഴ്സാണ് ഇവിടെയുള്ള അന്റാർട്ടിക്കയിലുള്ള കുറച്ച് ഇന്ത്യൻ റിസർച്ച് സെൻറ്റേഴ്സാണ് മൈത്രിയും അതേപോലെ തന്നെ ഭാരതി. മൈത്രി ആൻഡ് ഭാരതി ഇന്ത്യൻ റിസർച്ച് സെൻറ്റേഴ്സ് ആട്ടോ അന്റാർട്ടിക്കൻ കോണ്ടിനെൻ്റ് ഉള്ളതാണ്. ഇനി നമ്മൾ യൂറോപ്പിലേക്ക് വരുന്ന സമയത്ത്, യൂറോപ്പ് എന്ന് പറഞ്ഞാൽ സൈസിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 6ാം സ്ഥാനക്കാരനാണ് കേട്ടോ. 6th പൊസിഷനാണ് നമുക്കുള്ളത്. ഇതും എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യനിലും അതേപോലെ തന്നെ ഏഷ്യനും ഇടയിൽ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ എന്താണ് ഇവിടെ നമുക്ക് ഒരുപാട് മൗണ്ടെയിൻ റേഞ്ചസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, അതായത് 3rd പൊസിഷനിൽ നിൽക്കുന്നത്, പോപ്പുലേഷൻ്റെ കാര്യത്തിൽ 3rd പൊസിഷനിൽ നിൽക്കുന്ന ഒരു കൂട്ടരാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കോൾഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സൗത്തേൺ യൂറോപ്പിൽ എന്താ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള കോൾഡും കാര്യങ്ങളായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നെങ്കിലും നോർത്തേൺ പാർട്ടിൽ എന്തായിരിക്കും അവിടെ ഭയങ്കരമായിട്ട് കോൾഡ് ആയിരിക്കും, ഭയങ്കരമായിട്ട് തണുപ്പ് നമുക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരികയാണെങ്കിൽ, ഓസ്ട്രേലിയ സ്മോളസ്റ്റ് ആയുള്ള കോണ്ടിനെൻ്റ്, ആ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് മനസ്സിലായിരിക്കും ഒരു കുഞ്ഞ് കോണ്ടിനെൻ്റ് ആട്ടോ. ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ദ ഐലൻഡ് കോണ്ടിനെൻ്റ് ആസ് ഇറ്റ് സറൗണ്ടഡ് ബൈ ഓഷ്യൻ. സോ ഇതെന്താ ഐലൻഡ് കോണ്ടിനെൻ്റ് എന്നുള്ള പേരിലാണ് നമ്മുടെ ഓസ്ട്രേലിയൻ കോണ്ടിനെൻ്റ് അറിയപ്പെടുന്നത്. കാരണം ചുറ്റുപാടും എന്താണ് ഓഷ്യൻസിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഐലൻഡ് കോണ്ടിനെൻ്റ് എന്നുള്ള പേരാണ് ആര് അറിയപ്പെടുന്നത്? നമ്മുടെ ഓസ്ട്രേലിയ കോണ്ടിനെൻ്റ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്താ വീറ്റ് കൾട്ടിവേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മിനറൽസ് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ ഉണ്ട്? ഓസ്ട്രേലിയയിലുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ഗോൾഡ് ഉണ്ട്, അയനോർ ഉണ്ട്, അങ്ങനെ ഒരുപാട് മിനറൽസ് ആയിട്ടുള്ള ഹെവിലി ആയിട്ടുള്ള മിനറൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോണ്ടിനെൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ മിസ്സേ കോണ്ടിനെൻസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഓഷ്യനെ കുറിച്ച് പഠിച്ചാലല്ലേ ഇത് നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ എന്നൊരു തോട്ട് എൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കില്ലേ. സോ ഓഷ്യൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇപ്പം എൻ്റെ മക്കൾക്ക് കോണ്ടിനെൻസിനെ കുറിച്ച് മനസ്സിലായില്ലേ. ഇനി കോണ്ടിനെൻസിനെ കുറിച്ച് എക്സാമിന് വരുന്ന സമയത്ത്, വൻകരകളെ കുറിച്ച് എക്സാമിന് വരുന്ന സമയത്ത് മാർക്ക് കുറയുമല്ലോ, അടിപൊളിയായിട്ട് മക്കൾ എഴുതൂലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷനിലെ ഓഷ്യനെ കുറിച്ച് പഠിക്കട്ടോ. ഓഷ്യൻ എന്തൊക്കെയാണ്, എന്തൊക്കെ തരം ഓഷ്യൻസ് ഉണ്ട്, സമുദ്രങ്ങളെ കുറിച്ച് അടിപൊളിയായിട്ട് നമുക്ക് എന്താ പഠിക്കട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിക്കോട്ട് പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യട്ടോ. എന്താ നമ്മുടെ ഇന്നത്തെ കോട്ട് നോക്കിയാലോ? സ്റ്റോപ്പ് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് ബൈ ദ തിങ്സ് ദാറ്റ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് യുവർ ഗോൾസ്. അതായത് മക്കളെ, നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഗോൾസ് ഉണ്ടാവും, ഒരുപാട് അംബീഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അതായത് അധിക ടൈമിലും നമ്മളെന്താ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളെന്താ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും അല്ലേ. ചില സമയത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. സോ ഇങ്ങനെ ഡിസ്ട്രാക്റ്റ് ആവുന്നതുകൊണ്ട് നമ്മുടെ ഗോൾസിൽ എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ ഈ ഒരു ഡിസ്ട്രാക്ഷന് സാധിക്കുമോ? നിങ്ങളിപ്പോൾ മൂഡ് ഓഫ് ആയി നിന്നാലോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിങ്ങളിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയി അതിലേക്കും ഇതിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും നമുക്ക് ലൈഫിൽ എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റാതാവും. സോ ഈ ഒരു ഡിസ്ട്രാക്ഷൻ നമ്മുടെ ഗോൾസിന് ഒരു നേട്ടമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നമ്മുടെ ഗോൾസ് നേടാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ടോ നമ്മൾ എത്തിക്കുന്നില്ല. സോ നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആവുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റെ മക്കൾ എന്താ ഗോൾസിന് വേണ്ടി ട്രൈ ചെയ്യാം. അതൊക്കെ ഗോൾസാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. സോ നമ്മളെന്താ ഹാർഡ് വർക്ക് ചെയ്യാം. സോ ഹാർഡ് വർക്ക് ചെയ്ത് എന്താ അതൊരു സ്മാർട്ട് വർക്കിലേക്ക് ആക്കിയിട്ട് അടിപൊളിയായിട്ട് എന്താ ലൈഫിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യട്ടോ. സോ ഡിസ്ട്രാക്റ്റ് ആവുന്ന ആളുകളുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ആ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കുന്ന സമയത്തായാലും എപ്പോഴായാലും എൻ്റെ മക്കളെ മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് അവർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് അസ് ഡിയേഴ്സ്.